നമ്മൾ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റിന്റെയും NOCകളും മേടിച്ചുകൊണ്ടും തികച്ചും ഇതൊരു വ്യാവസായിക യൂണിറ്റ് അല്ല. ഇത് നമ്മുടെ നാട്ടിലെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ എങ്ങനെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ടറെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നതാണ്. ഒരു വളരെ ടെമ്പററി ഒരു സെറ്റപ്പാണ്, അല്ലാണ്ട് ഒരു പെർമനന്റ് എന്ന് പറയുന്നത് നെട്ടും ബോൾട്ടും മാത്രം വെക്കാവുന്ന ഒരു സാധനമാണ്. ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജെഫിയോട് നന്ദി പറഞ്ഞത്, നാട്ടിലെ ഒരു റിപ്പോർട്ടർ എന്ന ഈ ഒരു ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടെന്നറിയാം. പക്ഷേ ആശങ്ക എന്ന് പറയുന്നത് ഒരു പറ്റം ആൾക്കാരുടെ ഹിഡൻ അജണ്ട മാത്രമാണ് ഇതിനകത്തുള്ളത്. കാരണം കള്ള പരിസ്ഥിതിവാദികളും പ്രകൃതി സ്നേഹികളും അവരുടെ മുൻകാല ചരിത്രങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് നാട്ടിലെ ജനപ്രതിനിധി ആകാൻ വേണ്ടി സമരം നയിക്കാൻ വേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും ഞാൻ ഇതിന്റെ പ്രവർത്തനത്തിന് ശേഷം ഇതിന്റെ ഓരോ സംഘാടകനും ഇതിനകത്ത് ഓരോന്നും എന്നെ ഫോണിൽ വിളിച്ചതിന്റെ രേഖകളടക്കം ഞാൻ ഒരു മാസത്തിനകം പൊതുജന സംശയം വെക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വെച്ചു കഴിഞ്ഞാൽ അതൊരു വെറുതെ ഒരു ആരോപണം മാത്രമായി അതിനകത്ത് മാറ്റാവുന്നതാണ്. നാട്ടിലെ ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടാറുരുകി ഒരു മണം പുറത്തേക്ക് പോകുന്നത്. ഇതിന്റെ പിന്നെ രണ്ടാമത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിനകത്ത് സൗണ്ട്, ഭീകരമായ സൗണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ലൈവ് റെക്കോർഡിംഗ് എന്ന രീതിക്ക് ഞാൻ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണിച്ചു ജനസംശയം വെക്കുന്നു. ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടതാണ്. ഇവരാശങ്ക പറയുന്നത് മാതിരി ഏതെങ്കിലും രീതിയിലുള്ള പൊല്യൂഷൻ ഇവിടെ ഉണ്ടായാൽ ഈ സാധനം നാട്ടുകാരായിട്ട് ഒരു വെറുപ്പിക്കലും ഇല്ലാത്ത രീതിയിൽ അഴിച്ചുകൊണ്ടാൻ ഞാൻ തയ്യാറാണെന്ന് ഇതിനാൽ ഞാൻ പൊതുജന സംശയം പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ആകപ്പാടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് 3 മാസ കാലയളവ് മാത്രമാണ്. ഈ നമ്മുടെ നാട്ടിൽ 7 മാസം മഴയും ബാക്കി ഇവിടുത്തെ ഹർത്താലുകളും ഞായറാഴ്ചകളും പൊതു അവധികളും കഴിഞ്ഞ് 90 ദിവസമാണ് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഇതാണ് ഈ വിറ്റമിൻ ടാങ്ക് എന്ന് പറയുന്ന സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇതിനകത്ത് ഒന്നും മാനുവൽ അല്ല. ഇത് തീ കത്തിക്കുന്നത് വരെ ഇലക്ട്രിക് ഹീറ്ററുകളാണ്. ഇലക്ട്രിക് ഹീറ്ററുകളാണ്. അവിടെ നിന്ന് ഡീസല് അതിനകത്തുനിന്ന് വന്ന് പൈപ്പ് ലൈൻ വഴി വന്ന് ഇവിടെ ഫയർ ചെയ്യുന്നു. ഇപ്പൊ ഇതിനകത്ത് 150 ഡിഗ്രി ചൂട് ഇതിന്റെ ഉള്ളിലുണ്ട്. അത് മീറ്റർ 150 ഡിഗ്രി ചൂട് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതാണ് ഇതിന് തീ ഹീറ്റ് ചെയ്യുന്ന സാധനം. ഇനി ഇതിന്റെ എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി ചൂടായ സാധനത്തിന്റെ പുക ഈ ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കിട്ടുമോ? അത് പുക പോണത് കാണാൻ പറ്റുമോ? ഇവര് മാക്സിമം പോകല്ലേ? ഇതാണ് അല്ല 150 ഡിഗ്രി ഇത് 0 ആണ് അത് കിടക്കണം. നമ്മൾ ഇതിനകത്ത് ഒന്നുമില്ല. ടാറ് 150 ഡിഗ്രി ആവാണ്ട് ഇതിനകത്തേക്ക് ഫ്ലോ വരില്ല. ഇതാണ് ഇതിന്റെ ഈ പുക. ടാറ് ചൂടാക്കണം പുക. ടാറ് മിക്സ് ചെയ്തിട്ടുണ്ട്? ഇല്ല, മിക്സ് ചെയ്യണ അവിടെയാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ടാറും മെറ്റലും മിക്സ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു കോമ്പൗണ്ടുകളും നമ്മൾ ചേർക്കണില്ല. കാരണം വെച്ചാൽ ഇത് നിയമപരമായിട്ട് ആരും തെളിയിച്ചോട്ടെ, നമുക്ക് പൊല്യൂഷന്റെ പേപ്പറിലും ബിറ്റുമിനും ടാറും മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇതിന്റെ പുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാറ് റെഡിയാണ്. ടാറ് അതിന്റെ 150 ഡിഗ്രിയാണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ ആൾക്കാർ പറഞ്ഞു ഇതിന്റെ ചൂട് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന്. ജെഫി അടക്കം ഇവിടെ വന്ന് 1 മണിക്കൂറായിട്ട് ജെഫി അങ്ങനെ ഫീൽ ചെയ്യണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിനകത്ത് തരും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നേരെ ഇതിന്റെ പ്രവർത്തനം ഇതിനകത്തേക്ക് ടാറ് വരാനാണ്. അതിലുപരി നമ്മൾ ഉപയോഗിച്ചേക്കണ പൊല്യൂഷൻ എക്യുപ്മെന്റ്സ് മറ്റുള്ള പ്ലാന്റുകളിൽ പോയി ആരെങ്കിലും കാണാനൊന്നും തയ്യാറാണ്. ഞാൻ 20 മീറ്റർ ഹൈറ്റിൽ ഇതിന്റെ ചിഹ്നം. പിന്നെ ജലമാലിന്യം എന്ന് പറയുന്നത് ഈ സാധനം 3 ടാങ്കാണ്. നമ്മുടെ സെപ്റ്റി ടാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനം ഇത് കഴിഞ്ഞാൽ കാണാം. പിന്നെ ഈ വെള്ളം പോവാത്ത രീതിയിൽ ഇതിന്റെ ബാക്കിൽ എല്ലാ മതിലും 3.5 മീറ്റർ ഹൈറ്റിലേക്ക് ആ കരിങ്കല്ല് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് അതിനൂതനമായ സൈക്ലോൺ സെപ്പറേറ്ററാണ്. ഏകദേശം 12 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സൈക്ലോൺ സെപ്പറേറ്റർ അതായത് ഇതിനകത്ത് തന്നെ പൊടിപടലങ്ങൾ ആദ്യമായി ഫിൽട്ടർ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പുക ജോക്കടെ വന്ന് ഇവിടെ മറ്റേ വാട്ടർ സ്ക്രബ്ബർ 4 നോസിൽ വെച്ചേക്കാണ് ഇത് കടത്തുന്നത്. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഫിൽട്ടറിൽ അടുത്ത യൂണിറ്റിലേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് ഫിൽട്ടറേക്ക് കടന്ന് 5 രീതിയിലുള്ള പൊല്യൂഷൻ എക്യുപ്മെന്റ്സ് കഴിഞ്ഞിട്ടാണ്
ഈ സാധനം പുറത്തേക്ക് തള്ളപ്പെടുന്നത്. ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ക്യാബിന്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് പ്രവർത്തിക്കുന്നതിന് തന്നെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കാരണം കമ്പ്യൂട്ടർ നോളജും അതിന്റെ ബാക്കിയുള്ള ഇതും കഴിഞ്ഞിട്ടാണ് നോക്കിക്കുള്ളൂ. ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് അവരുടെ ജീവൻ ഹാനിക്കും ക്യാൻസർ വരാനും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കേവലം പുച്ഛിച്ച് തള്ളാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ക്വാളിഫിക്കേഷന്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അത് വെരിഫൈ ആവുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്കൊന്ന് കാണാവുന്നതാണ്. ഇതായില്ലേ? അടിച്ചോ. വണ്ടി ഒന്നും വന്നില്ല. വണ്ടി എടുത്തിട്ടാ. നീ ഓണാക്കിയോ? തികച്ചും ഇതിന്റെ ഒരു പ്രവർത്തനം ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത രീതിയും അല്ലാണ്ട് പഴയ രീതിയിലുള്ള ചിരട്ടയിട്ട് കത്തിക്കലോ ഒരു പൊല്യൂഷനോ അല്ല എന്നുള്ളത്. നോയ്സ് ഫ്രീ ആണ്. ഇത് യൂറോ 4ന്റെ എല്ലാവിധ ഇതും പറഞ്ഞിട്ട് ഇതുള്ള ഒരു മിഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ പോളിസി അനുസരിച്ച് പൊല്യൂഷൻ ഫ്രീ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. अजमल पानी डाल दिया जल्दी करो। പുകയുടെ കളറ് അതിവിടെ നിന്ന് കഴിഞ്ഞാൽ കാറിന്റെ മഴ പെയ്യുമെന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വിരോധാഭാസമായ ഒരു പ്രധാനം ഇതിന്റെ ചൂട്. വർക്ക് ചെയ്യോ? ഇത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കുപ്രചാരം നടക്കുന്നത് മണപ്പാട്ട് ചിറയുടെ കിഴക്കേ ഓരത്തെന്നുള്ളതാണ്. പക്ഷെ ഇത് ശരിക്കും യൂക്കാലി ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയുള്ള ഒരു ജനങ്ങളും ഇതിന്റെ 600 മീറ്റർ ഇല്ല എന്നുള്ളതിന് ഇതിന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന്റെ 4 സൈഡിലേക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടോ ഒരു സ്ഥാപനങ്ങളോ ഇല്ല. ഇവിടുന്ന് മണപ്പാട്ട് കുരിശടിവാരത്തേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിന്റെ എല്ലാവിധ പൊല്യൂഷനിലും 50 മീറ്റർ ഇനി 300 മീറ്ററിൽ ഇതിനകത്ത് ഏറ്റവും വലുത് ഓറഞ്ച് റെഡ് ഓറഞ്ച് എന്നുള്ളതാണ്. അതായത് 2016 മാർച്ചിലെ ഫോറസ്റ്റ് ആൻഡ് എൻവിറോൺമെന്റ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് അടിച്ചു നോക്കാവുന്നതാണ്. ഇത് ഒരു ഓറഞ്ച് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഇത് എങ്ങനെ റെഡിന്റെ ആദ്യം പേപ്പർ വന്നു എന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ ഒരു പ്രമുഖ സ്കൂള് അതിനകത്ത് വളരെ ഇതിന്റെ പിന്നാലെ കളിക്കുകയും അത് റെഡ് കാറ്റഗറി ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി പൊല്യൂഷനിൽ ഞാൻ പോലും അറിയാണ്ട് ഇതാക്കുകയും രണ്ടാമത് ഈ സാധനം ഞാൻ അവിടെ കംപ്ലൈന്റ് കൊടുത്തതിന്റെ അതിനെതിരായി അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വരെ പ്രഖ്യാപിച്ചൊക്കെയാണ്. ഇതില്ലാത്തൊരു സാധനം അടിച്ചു. അതാണ് ഇവിടെ നവമാധ്യമങ്ങളിൽ ഇടുന്നത് റെഡാണ് ഓറഞ്ചാന്നുള്ളത്. ഇതിന്റെ വിവരാവകാശ പ്രകാരം ടോളിൻസ് സ്കൂളിന് ഇതിന്റെ എല്ലാ പേപ്പറും പൊല്യൂഷൻ ബോർഡ് കൊടുത്തേക്കുന്നതാണ്. ഏത് കാറ്റഗറിയിലുള്ളതെന്നും എല്ലാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയത്തും ഇവിടെ വരാമെന്നും ഇത് ഇവിടെ കുറെ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാകുന്നു. ഈ പറഞ്ഞ ആർക്കും ഇത് വന്ന് പരിശോധിക്കാം. എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ആർക്കും മുമ്പിലും ഇത് പ്രവർത്തിച്ച് എപ്പോൾ വേണമെങ്കിലും കാണിക്കാൻ ഞാൻ തയ്യാറാണെന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറാണെന്നും ഈ വക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാനൊരു നാട്ടുകാരൻ എന്ന രീതിയിൽ ഈ പ്രസ്ഥാനം ഇവിടെ നിർത്താൻ ഞാൻ തയ്യാറാണെന്നും ഞാൻ പൊതുജനങ്ങളെ സംസാരിക്കും.